PK ഫിറോസ് ഒറ്റക്കാണ്, കൂടെ ആരുമില്ലാന്ന് ഞങ്ങൾ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് പറയുന്ന മാധ്യമങ്ങൾക്കും ഇത് പ്രതീക്ഷിക്കുന്ന ജലീലിനും ഞങ്ങൾ അറിയാത്തതുകൊണ്ട് നിങ്ങൾ കുറെ കൂടിയല്ലോ KM ഷാജിയുടെ പുറകെ വീട് പൊളിക്കാൻ, കെട്ടിടം തകർക്കാൻ. ഇപ്പൊ ഇല്ലാതാക്കിയിട്ട് വിട്ടുവന്നോ ഞങ്ങൾ ഇല്ല, ചേർത്ത് പിടിച്ചു, സംരക്ഷിച്ചു. അതുപോലെ തന്നെയാണ് ആരെങ്കിലും ഒറ്റക്കാണ് എന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഒറ്റയ്ക്ക് പൊട്ടിപ്പറിക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ, ഞങ്ങൾ പല ഉമ്മ വെച്ച മക്കളാ, വീട്ടിൽ വളർന്ന മക്കളാ, പല സാഹചര്യങ്ങളിൽ വളർന്നോല. പക്ഷേ ഈ പാറിക്കളിക്കുന്ന പച്ചപ്പതാകൾക്ക് താഴെ ഞങ്ങൾ കൂടപ്പിറപ്പുകളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ എന്തിന് നിനക്കൊന്നും പൊട്ടിപ്പറിക്കാൻ വിട്ടുതരും നമ്മൾ വിചാരിക്കേണ്ട. ഒറ്റക്കെട്ടായി ഈ പാർട്ടി സംരക്ഷിക്കും പോരാളിയാൽ ഞങ്ങൾക്ക് സൗകര്യമില്ല. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച് 3 പതിറ്റാണ്ട് കാലമായല്ലോ. എന്റെ പെൻഷൻ കിട്ടുമ്പോ 20,000 അതിൽ നിന്ന് നേരെ പോവാ. പെൻഷൻ ഇറങ്ങാണ് ഇവിടുന്ന് ട്രഷറിന്ന്. എന്നിട്ട് ഓട്ടോ എടുത്തു 25,000 രൂപ നേരെ ഭാര്യയുടെ അടുത്ത്. 25,000 ട്രഷറിയിൽ നിന്ന് കിട്ടുന്ന 50,000 രൂപ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ നിങ്ങൾ കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചതിന്റെ പൈസ കിട്ടല്ല. തവനൂരിലെ ജനങ്ങൾ വോട്ട് തന്ന് വിജയിപ്പിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ പോയി ഇരിക്കുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആ പെൻഷൻ, അവനാന്റെ കടം വീട്ടാനല്ല. ആ പെൻഷൻ ജനങ്ങൾ നൽകിയതാണെങ്കിൽ ആ ജനങ്ങളുടെ നികുതി പണം നിങ്ങൾ കണ്ണടച്ച് കൊള്ളയടിക്കാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് ഞങ്ങൾ പറയിപ്പിക്കാതെ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. പിന്നൊരു കാര്യം, PK ഫിറോസ് ഒറ്റക്കാണ്, കൂടെ ആരുമില്ലാന്ന് ഞങ്ങൾ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് പറയുന്ന മാധ്യമങ്ങൾക്കും ഇത് പ്രതീക്ഷിക്കുന്ന ജലീലിനും ഞങ്ങൾ അറിയാത്തതുകൊണ്ട് നിങ്ങൾ കുറെ കൂടിയല്ലോ KM ഷാജിയുടെ പുറകെ വീട് പൊളിക്കാൻ, കെട്ടിടം തകർക്കാൻ. ഇപ്പൊ ഇല്ലാതാക്കിയിട്ട് വിട്ടുവന്നോ ഞങ്ങൾ ഇല്ല, ചേർത്ത് പിടിച്ചു, സംരക്ഷിച്ചു. അതുപോലെ തന്നെയാണ് ആരെങ്കിലും ഒറ്റക്കാണ് എന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഒറ്റയ്ക്ക് പൊട്ടിപ്പറിക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ, ഞങ്ങൾ പല ഉമ്മ വെച്ച മക്കളാ, വീട്ടിൽ വളർന്ന മക്കളാ, പല സാഹചര്യങ്ങളിൽ വളർന്നോല. പക്ഷേ ഈ പാറിക്കളിക്കുന്ന പച്ചപ്പതാകൾക്ക് താഴെ ഞങ്ങൾ കൂടപ്പിറപ്പുകളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ എന്തിന് നിനക്കൊന്നും പൊട്ടിപ്പറിക്കാൻ വിട്ടുതരും നമ്മൾ വിചാരിക്കേണ്ട. ഒറ്റക്കെട്ടായി ഈ പാർട്ടി സംരക്ഷിക്കും പോരാടും ഇവർക്ക് വേണ്ടി. അവസാനിപ്പിക്കേണ്ട അതിനു മുൻപ് ഇവിടുത്തെ പോലീസുകാരോട് നമ്മൾ നല്ല സൗഹൃദത്തിൽ പോകുന്നവരാണ്. നിങ്ങളോട് മെക്കിട്ട് കയറുന്ന ശീലം ഞങ്ങൾക്ക് പണ്ടേയില്ല. DYFIക്കാരെ പോലെ നിങ്ങളോട് കുസ്തി പിടിക്കാൻ ഞങ്ങൾ വരാറില്ല. പക്ഷെ ഇവിടേക്ക് വരുമ്പോഴും അങ്ങ് തിരിച്ചാട്ടിപ്പായിച്ച് കളയുമെന്നാണെങ്കിൽ, ഇപ്പൊ ജോർജ് സാറിന്റെ കാലാണല്ലോ, ഈ കൊടിയും പിടിച്ച് യൂത്ത് ലീഗ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പറയാനുള്ള അവസാനത്തെ വാക്കും പറഞ്ഞിട്ടല്ലാതെ ഒരു പെണ്ണുതമ്പുരാനെയും പേടിച്ച് ഞങ്ങൾ തിരിച്ചു പോകും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പൊ കൈമാസാണ്, ഞാൻ 4 ദിവസമായി ഉണ്ടാക്കില്ല. ഇപ്പൊ വളാഞ്ചേരിയിൽ ആളെ കാണാനില്ല, ഫേസ്ബുക്കിൽ കുറിപ്പില്ല, വാർത്താ സമ്മേളന മാധ്യമങ്ങളോട് ഞങ്ങൾ പറയാണ്, അവസാനത്തെ ചോദ്യം അന്തരീക്ഷത്തിൽ ഉണ്ട്. ആ ഫണ്ട് കൈമാറ്റം ചെയ്യുമ്പോ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേര് KT ജലീൽ എന്നായിരുന്നു. അതിന് തൊട്ടുമുമ്പ് പറഞ്ഞ പുനഃസംഘടന വരെ രവീന്ദ്രനാഥായിരുന്നു. ഈ രവീന്ദ്രനാഥ് നമുക്കൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മൂപ്പർ ഇപ്പോഴും തൃശ്ശൂരങ്ങാടിൽ ഒരു സൈക്കിളിൽ പോണ ആളാ. ഇത് കണ്ടൽക്കാടാണ്, ഇത് ഏറ്റെടുക്കരുത് എന്നാ മന്ത്രി കുറിപ്പെഴുതിയപ്പോ ഇറങ്ങി. അപ്പൊ പെട്ടെന്ന് മന്ത്രിസഭാ പുനഃസംഘടന നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ പുനഃസംഘടനയിലാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു മന്ത്രി രവീന്ദ്രനാഥ്, ഉന്നത വിദ്യാഭ്യാസം KT ജലീൽ. അപ്പൊ ഒരു ഭാഗത്തുള്ള തള്ള്, ഇതിൽ ആരായിരിക്കും തള്ളിന്റെ മന്ത്രി നിങ്ങൾക്ക്? ഈ പുഷ്പൾ ട്രെയിനിന്റെ പുള്ളിൻ മന്ത്രി ആരായിരുന്നു? ഈ മുതലായിരുന്നു. മാറിയപ്പോഴാണ് ഒപ്പിട്ടത്, മാറിയപ്പോഴാണ് പണം കൊടുത്തത്. ആ പണമാണ് അവർ കൈപ്പറ്റിയതെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഈ നികുതി പണത്തിന്റെ കണക്ക് പറയേണ്ടി വരും. അവസാനം വാല് മുറിഞ്ഞപ്പോ വീട്ടിൽ കയറി ഇരുന്ന് ഇനി നിയമസഭയിൽ കാണാമെന്നാണെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇതിന് മറുപടി കിട്ടണം, ഈ കണക്ക് ബോധ്യപ്പെടുത്തണം. ഇത് ബോധ്യപ്പെടുത്താതെ മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത